ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ടേസ്റ്റി പുരുവളങ്ങ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ 3/4 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് പകുതി ഞാൻ ചൂടായ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പച്ചരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് അങ്ങോട്ട് കളറ് മാറി പോകേണ്ട കാര്യമില്ല, എന്നാൽ നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. ഇതുപോലെ ആയാൽ മതി. ഇത് നമ്മളൊന്ന് കടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊടിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഉണക്കിയെടുക്കാൻ നനച്ചിട്ട് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം വറുത്താലും മതി കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇത് 1 ഗ്ലാസ് ചെറുപയറാണ്. ഇതും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് പകുതി വറുത്തെടുക്കുക. ആദ്യം നല്ലതുപോലെ തന്നെ വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം കേട്ടോ. ഇതും അതുപോലെ തന്നെ നന്നായിട്ട് ഒന്ന് കടിച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പൊടിഞ്ഞു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാൽ മതി. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തോടൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനൊരു പച്ചച്ചുവ ഫീൽ ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുകൂടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് ഒരു 3 ശർക്കര അച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് ഇഞ്ചി കൂടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് പകരം നിങ്ങളുടെ അടുത്ത് ചുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇനി അരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ ചെറുപയറും നല്ലതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 9 ഏലക്കായ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഇത് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അതിലെ ഇഞ്ചിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ നന്നായിട്ട് അതിലേക്ക് ശർക്കര പാനിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഇനി ഒരുപാട് അങ്ങോട്ട് കുറുക്കിയാൽ അങ്ങോട്ട് കട്ടിയായി പോവും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇനി തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അരിയും അതുപോലെ തന്നെ ചെറുപയറും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനി കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിൽ നിന്നൊരു 3 സ്പൂണോളം പൊടിയൊന്ന് മാറ്റി വെക്കണം. ഇപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ, ഒരു വലിയ സ്പൂണാണ്, അതിലൊരു 3 സ്പൂണോളം ഞാനിതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും കേട്ടോ. സാവധാനം മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടി പാനി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരുവിധമൊക്കെ മിക്സായി വന്നിട്ടുണ്ട്.
ഇനി ചേർക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് ഉരുട്ടി നോക്കാം. അപ്പോൾ ഉരുട്ടാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായിട്ടുണ്ട് എന്നാണ്. ഇതായിട്ടില്ല, പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കാം. വീണ്ടും ഞാനൊരു സ്പൂൺ കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ഏകദേശമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ചുക്കുപൊടിയായിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ഇഞ്ചി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. എൻ്റെ അടുത്ത് ചുക്ക് ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഇഞ്ചി ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ടേസ്റ്റൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, നന്നായിട്ട് നനഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോളാക്കിയിട്ട് മാറ്റാം. ബുദ്ധിമുട്ടൊന്നുമില്ല, പൊടിഞ്ഞു പോകുന്നില്ല, നന്നായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഒരു ലഡുവിൻ്റെ വലുപ്പത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച പൊടിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ആ പൊടി ഒന്ന് അതിലേക്കൊന്ന് പിടിച്ചിരിക്കുന്ന രൂപത്തിൽ മാറ്റിയെടുക്കാം. വീണ്ടും ഓരോ ബോൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് തണുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും എന്ന് വിചാരിച്ച് അങ്ങോട്ട് പൊട്ടാത്ത രൂപത്തിലൊന്നും അല്ല കേട്ടോ ഉണ്ടാവുക. നന്നായിട്ട് കഴിക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് സാധിക്കുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കി കൂടി അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. തണുത്തപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ശർക്കരപ്പാനി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. പൊടിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം. ബാക്കി കൂടി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറച്ച് നാൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കാവുന്ന ഒന്നാണ് കേട്ടോ. കേടാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.